യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുകയും യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ച് കർത്താവ് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉത്ഥാനം ചെയ്ത കർത്താവ് അവരോട് പറയുന്ന ആദ്യത്തെ കാര്യമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. യേശുവിൻ്റെ പരസ്യജീവിത കാലത്ത് പല കാര്യങ്ങളും ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്നാൽ ഉത്ഥാനം ചെയ്ത കർത്താവ് സംസാരിക്കുന്നത് മുഴുവനും എന്തിനെ പറ്റിയാണ്? കഴിഞ്ഞ കാലങ്ങളെ പറ്റിയിട്ടല്ല പറയുക, മറിച്ച് പരിശുദ്ധാത്മാവിനെ പറ്റി സംസാരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരിങ്ങനെ പത്രോസും ശിഷ്യന്മാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 6-ാം തിരുവചനം. അവരെല്ലാവരും ഉത്ഥാനത്തിന് ശേഷത്തെ കാര്യം പറയുന്നത്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു. കണ്ടോ എന്താ ചോദിച്ചത്? കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? കണ്ടോ. അപ്പോൾ ദൈവരാജ്യത്തെ പറ്റിയും അല്ലെങ്കിൽ പല കാര്യത്തെപ്പറ്റിയും യേശു ജീവിച്ചിരുന്ന കാലത്തൊക്കെ പറഞ്ഞിരുന്നേ. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അവർ ചോദിക്കുക, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് തരുന്നത് ഇപ്പോഴാണോ? അതിനി പിന്നീടാണോ? അത് ഇനി വൈകോ? ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? യേശു ആ വിഷയത്തെപ്പറ്റി എടുക്കുന്നില്ല. അതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. യേശു അവരോട് പറഞ്ഞത് അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. അടുത്ത വചനം നോക്കിയേ. അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതിനെപ്പറ്റിയൊന്നും നിങ്ങളിപ്പോൾ ചിന്തിച്ച് ആലോചിച്ചിരിക്കേണ്ട. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഈ ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കണ്ടോ, നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഭാരിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ അന്വേഷിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ലേ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു. കണ്ടോ, ഇതൊക്കെ ഉത്ഥാനത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? നിങ്ങൾ ജെറുസലം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. കണ്ടോ, ഉത്ഥാനത്തിന് ശേഷം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് നമ്മോട് പറയാനുള്ളത് മുഴുവനും തൃത്വത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുകയാണ്. അതല്ലേ ലൂക്കായുടെ സുവിശേഷം ഉത്ഥാനത്തിന് ശേഷം ഈശോ എന്താ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 49-ാം തിരുവചനം 49. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. കണ്ടോ, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുകയാണ്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുക. ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്ത കർത്താവ് സംസാരിക്കുന്നത് മുഴുവൻ ആരെ പറ്റിയാണ്? പരിശുദ്ധാത്മാവിനെ പറ്റി. പരിശുദ്ധാത്മാവിനെ ഈശോയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം, ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ആരെ വേണം? പരിശുദ്ധാത്മാവെന്ന ഈ ശക്തി വേണം. പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെപ്പറ്റി നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ പ്രയോജനങ്ങളെപ്പറ്റി നമുക്കൊരു സാമാന്യ അറിവെങ്കിലും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ
ഈ ഗബ്രിയേൽ മാലാഖ മാതാവിന് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ ഈ മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ മറുപടി ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. കണ്ടോ, ഇതൊരു ശക്തിയാണ്. അത്യുന്നതൻ്റെ ശക്തി, ലൂക്ക് 1:35, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് പ്രാപിക്കും? ശക്തി പ്രാപിക്കും. ഇതൊരു വലിയൊരു ശക്തിയാണ്. ഈ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതൊരു വലിയ ശക്തി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് പല ദുഃഖങ്ങളും സഹനങ്ങളും സങ്കടങ്ങളൊക്കെ വരുന്നത്? അതിന് കാരണം 77-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. സങ്കീർത്തനം 77:10. സങ്കീർത്തനം 77:10 പറയുകയാണ്, എന്താണ് നമ്മുടെ ദുഃഖത്തിന് കാരണം? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ഹല്ലേലൂയ. എന്താണ് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം? എന്താ? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിൻ്റെ കാരണം. ഉണ്ടോ? അപ്പോൾ എന്താണ് ഈ അത്യുന്നതൻ്റെ ശക്തി? അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വരാത്തതാണ്. അതുകൊണ്ടല്ലേ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം, മർക്കോസ് 12:24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ തെറ്റുപറ്റുന്നത്? കർത്താവ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? നമുക്ക് ദുഃഖത്തിന് കാരണം എന്താണ്? അത്യുന്നതൻ്റെ ശക്തി, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തി. ഏതാണ് ദൈവത്തിൻ്റെ ശക്തി? പരിശുദ്ധാത്മാവ്. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്. എന്താണ് അത്യുന്നതൻ്റെ ശക്തി? പരിശുദ്ധാത്മാവ്. കണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ കുറഞ്ഞു പോകുന്നതാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുഃഖത്തിൻ്റെ കാരണം. കണ്ടോ, നമുക്ക് സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കണമെന്നുണ്ട്, ക്ഷമിക്കാൻ പറ്റുന്നില്ല. വിശുദ്ധി ജീവിക്കണമെന്നുണ്ട്, പക്ഷേ വിശുദ്ധി ജീവിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കണമെന്നുണ്ട്, പക്ഷെ ദേഷ്യപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ നന്നായി പഠിക്കണമെന്നുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. നന്നായി ജീവിക്കണം എന്നൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതല്ലേ പൗലോസ് പറയുന്നില്ലേ, റോമാക്കാർക്ക് ഇതിൽ എങ്ങനെ 7-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത നന്മയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ഞാനല്ല ചെയ്യുന്നത്, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. കണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. ഈ അവസ്ഥ നമ്മൾ എല്ലാവരിലുള്ള അവസ്ഥയാണ്. എല്ലാവർക്കും നല്ലവരായിരിക്കണമെന്നും നന്നായി ജീവിക്കണം എന്നൊക്കെ ഇനിയാണ് കുറേ പേരുടെയൊക്കെ ആഗ്രഹം. പക്ഷെ അങ്ങനെ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം പറയുക, അത്യുന്നതൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകാത്തതാണ് ഇതിൻ്റെ കാരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന വലിയൊരു ശക്തി ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, യേശുക്രിസ്തുവിൻ്റെ കൂടെ 3 വർഷം ഈ ശിഷ്യന്മാർ നടന്നു. ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും യേശുവിൻ്റെ കൂടെയാണ് ഈ ശിഷ്യന്മാർ. എന്നാലും ഇവരൊക്കെ എന്തെല്ലാം ബലഹീനത അവർക്കുണ്ടായിരുന്നു. ഞാനോ വലുതോ നീയോ വലുതെന്നുള്ള അഹങ്കാര ചിന്ത അവർക്കുണ്ടായിരുന്നു, വിഭാഗീയത അവർക്കുണ്ടായിരുന്നു, പേടി അവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ധനമോഹം അവർക്കുണ്ടായിരുന്നു, ഇങ്ങനെ ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, വഞ്ചിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, പരസ്പരം കുറ്റപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ പോരായ്മകളും ബലഹീനതകളും പാപങ്ങളും മൂലപാപങ്ങളും ഉള്ള വ്യക്തികളായിരുന്നു ഈ 12 ശിഷ്യന്മാരെല്ലാവരും. കണ്ടോ, യേശുവിൻ്റെ കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. എന്നാൽ യേശു മരിച്ചു, ഉത്ഥാനം ചെയ്തു, പരിശുദ്ധാത്മാവിനെ പറ്റി അവരെ വീണ്ടും പഠിപ്പിച്ച് പരിശുദ്ധാത്മാവ് അവരിൽ വന്നതിന് ശേഷം അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ ആകെ മാറിപ്പോവുകയാണ്. അതല്ലേ നമ്മൾ അപ്പോസ്തലപ്രവർത്തനത്തിൽ കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായത്തിൽ ഈ പേടിച്ചിരുന്ന ശിഷ്യന്മാരൊക്കെ ധൈര്യശാലികളായി. അവർ പ്രഖ്യാപിക്കുകയാണ്, അപ്പോസ്തലപ്രവർത്തനം 2:36, അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം രക്ഷകനും കർത്താവുമാക്കി ഉയർത്തിയെന്ന് യിസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ. കണ്ടോ, പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് പ്രഖ്യാപിക്കുന്നതാണ്. ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്, പത്രോസ് മാത്രമാണ് പ്രസംഗിക്കുന്നതെങ്കിലും ബാക്കി എല്ലാവരും ചുറ്റുവട്ടത്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും മധ്യത്തിൽ നിന്നിട്ടാണ് 10,000 പേരോട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ആരെ പറ്റി? ഒരു കാലത്ത് യേശുവിനെ പറ്റി പറയാൻ ലജ്ജയായിരുന്നു. കർത്താവിനെ പറ്റി പറയാൻ നീ ലജ്ജിക്കരുത്, ഇങ്ങനൊരു വചനമില്ലേ? കർത്താവിനെ പറ്റി പറയാൻ, അവനെ പറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ, ഒരു ഹല്ലേലൂയ പറയാൻ, ബസ്സിലിരിക്കുമ്പോൾ ജപമാലെടുത്ത് ജപമാല ചെല്ലാൻ നീ ലജ്ജിക്കരുത്. നിനക്ക് അങ്ങനെ ലജ്ജ വരുന്നുണ്ടോ? എന്താ കാരണം? ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നതാണ്. ഇന്നാളൊരു സിസ്റ്റർ ആ മകൾ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കർത്താവ് ഈ സന്ദേശമാണ് തന്നത്.
എന്നെ സാക്ഷ്യപ്പെടുത്താൻ നീ ലജ്ജിക്കരുത്. ഞാൻ ആ മകളോട് പറഞ്ഞു, മോൾക്കിപ്പോൾ കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ ലജ്ജയുണ്ടല്ലേ? ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ സിസ്റ്ററാവുന്ന മുമ്പൊക്കെ എപ്പോഴും ബസ്സിലൊക്കെ കയറുമ്പോൾ ബസ്സിൽ കയറാൻ ഇരിക്കുക, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരത് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, കളിയാക്കുന്നുണ്ടോ, ഇതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. സിസ്റ്റർ അതിന് ശേഷം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ കയറുമ്പോൾ ജപമാലയ്ക്ക് ഇടുമ്പോൾ ഒരു നാണക്കേട്. മറ്റുള്ളവരൊക്കെ എന്ത് കരുതാവത്, മറ്റുള്ളവരൊക്കെ എന്ത് കരുതും, എന്തൊക്കെ പറയുണ്ടാവും, കളിയാക്കുന്നുണ്ടാവോ, ഇങ്ങനെ പിന്നീട് അത് ചെല്ലാതായി. പിന്നെ അത് എടുക്കാതെ ഇങ്ങനെ ചെല്ലും, മനസ്സിലൊക്കെ ചെല്ലും. അങ്ങനെ യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയാൻ ഒരു നാണക്കേട്. കണ്ടോ? എന്തുകൊണ്ടാണിത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഉടനെ യേശുവിനെ പറ്റി സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങും. അതാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ കുരിശിൽ തറച്ച കൊന്ന കർത്താവിനെ ദൈവം രക്ഷകനും കർത്താവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവൻ അറിയട്ടെ. പിന്നെ അവരുടെ അടുത്ത മാറ്റം നോക്കിയേ, ധൈര്യം കിട്ടിയെന്ന് മാത്രമല്ല, അപ്പോസ്തലപ്രവർത്തനം 2:44 മുതലുള്ള തിരുവചനം, വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കും വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. കണ്ടോ? പരിശുദ്ധാത്മാവ് വരുമ്പോഴുള്ള പ്രത്യേകതയാണ് ഈ പറയുന്നത്. അവർ ഏക മനസ്സായി. വിഭാഗീയ ചിന്താഗതിയുള്ള വ്യക്തികളായിരുന്നു. വീട്ടിലെന്നും തല്ലും വഴക്കും ബഹളമായിരുന്നു. ഒന്നൊന്നിനോടും യോജിക്കാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോഴോ അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം പ്രാർത്ഥനയിൽ താല്പര്യം വരാൻ തുടങ്ങി. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല മക്കൾക്കും ജപമാല ചൊല്ലാൻ, ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് താല്പര്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കണ്ടോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല മക്കൾക്കും ഒത്തിരി ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ. 1 2 ചെല്ലുന്നുള്ളൂ, പക്ഷേ ഇനി 5 8 10 ഒക്കെ ചെല്ലാനുള്ള വലിയ കൃപ പല മക്കൾക്ക് ഈശോ തരുന്നത്. അതാരാ തരിക? പരിശുദ്ധാത്മാവാണ് തരിക. ഈ പ്രേരണ തരുന്നത് പരിശുദ്ധാത്മാവ്. താല്പര്യപൂർവ്വം ചെല്ലാനുള്ള കൃപ, താല്പര്യപൂർവ്വം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള കൃപ, താല്പര്യപൂർവ്വം കുമ്പസാരിക്കാനുള്ളൊരു കൃപ, താല്പര്യപൂർവ്വം എല്ലാ കാര്യങ്ങളിലും ചെയ്യാനുള്ളൊരു കൃപ. കണ്ടോ? അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം മുടങ്ങാതെ സ്ഥിരതയോടെ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കാന്ന് വെച്ചാൽ കുർബാനയിൽ ഹൃദയ ലാളിത്യത്തോടെ ആഹ്ലാദത്തോടെ പങ്കെടുക്കുകയും ചെയ്തു. ഈ ആഹ്ലാദം വരുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് തരിക. പരിശുദ്ധാത്മാവൻ ഈ ആഹ്ലാദം തരിക. ഈ അടുത്ത് ഒരു മകളച്ഛനെ വിളിക്കുകയാണ്. ആ മകളുടെ സാക്ഷിയ മകൾ പറയുന്നത്, അച്ഛൻ ഇവിടെ അനാവശ്യമായ കരച്ചിൽ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു ടോക്ക് പറഞ്ഞില്ലേ, ആ കുറച്ച് ടോക്ക് വരെ അച്ഛാ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓർത്ത് ഞാൻ കരച്ചിലായിരുന്നു. എൻ്റെ മക്കളുടെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള പോക്കൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ ഇതിനെ ഓർത്ത് ഇവരുടെ ദൈവത്തെ അറിയാതെയുള്ള ജീവിതത്തേക്ക് ചിന്തിച്ചും ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചും ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് അടുക്കളയിൽ ഇരുന്ന് കരയും, ആരും കാണാതെ ബാത്റൂമിൽ കയറി കരയും, റൂമുകളിൽ മാറി ഇരുന്ന് കരയും, കരഞ്ഞ് ഇത് പറയാണ്, എനിക്ക് ഏതാണ്ട് ഒരു അബ്നോർമൽ ആയി തുടങ്ങി, അങ്ങനെ ഒരു അവസ്ഥയിലെത്തി, ഇനിയെല്ലാം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലായി, കാര്യങ്ങൾ കൈവിട്ട് പോയിന്ന് ഈ ചേച്ചിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. അപ്പോഴാണ് അച്ഛന് ഈ അനാവശ്യമായ കരച്ചിൽ ഒഴിവാക്കുക എന്നുള്ള ടോക്ക് കേട്ടത്. അച്ഛനത് എനിക്ക് വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ അച്ഛാ, ഞാൻ പിന്നീട് ഒരാഴ്ചപ്പോൾ കഴിഞ്ഞു അച്ഛൻ ആ ടോക്ക് പറഞ്ഞിട്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, അന്ന് അച്ഛൻ ആ ടോക്ക് പറഞ്ഞതിന് ശേഷം ഇതുവരെ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ കരച്ചിലുണ്ടായിട്ടില്ല, പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്ക് തന്നെ അത്ഭുതമായി, എന്തോരം ഞാൻ കരഞ്ഞു കൂട്ടിയിരിക്കണേ, എന്തൊരു രോഗം പോലെ ഇരുന്ന് കരയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളോർത്ത് ഇങ്ങനെ കരഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ആ ടോക്കിന് ശേഷം ഇപ്പോൾ ഒരാഴ്ചയായി പിന്നീട് ഈ അത്ഭുതങ്ങളുടെ ജപമാല, പക്ഷേ ഇതുവരെ ഞാൻ പിന്നീട് കരഞ്ഞിട്ടില്ല. ആ കരയണമെന്നുള്ള ചിന്ത പോലെ എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ. കണ്ടോ? അതാണ് പറയുക, പരിശുദ്ധാത്മാവാണ് ആഹ്ലാദത്തോടെ ഭക്ഷണത്തിൽ പങ്കുചേരാൻ സാധിക്കുക. കർത്താവ് വീണ്ടും സന്ദേശം തരികയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല മക്കൾക്കും, ചിരിക്കാൻ പറ്റാതിരുന്ന പല മക്കൾക്കും പൊട്ടിച്ചിരിക്കാൻ, സന്തോഷിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിരിക്കാനുള്ള കൃപ, ഹൃദയം തുറന്ന് ഇനി നിങ്ങൾ ചിരിക്കേണ്ടെന്ന് കരുതിയാലും ചിരിക്കാൻ പറ്റും. അങ്ങനൊരു സന്തോഷം പല മക്കളുടെയും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല മക്കളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നതായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അത് വിളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തണമെന്ന് അച്ഛൻ ഓർമ്മിക്കുക. ഇതൊക്കെ ആരാ തരിക? പരിശുദ്ധാത്മാവ് തരിക. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സന്തോഷം കൊണ്ട് നിറയും, പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഈ ദൈവിക കാര്യങ്ങളൊക്കെ താല്പര്യം നിറയും, പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ദൈവസ്നേഹം നിറയും. അതല്ലേ റോമ 5:5 പറയുന്നില്ലേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ വരിക? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, എന്നാൽ
അവിടുന്ന് നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയാണ്. അപ്പോൾ ദൈവസ്നേഹം കൊണ്ട് നിറയും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം മൊത്തം ഒരു പുതിയ സൃഷ്ടിയായി തീരും. നമ്മൾ നമ്മുടെ തന്നെ ദുഃഖത്തെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് നമ്മിലേക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയ്ക്ക് മാറി നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരു പ്രത്യേക ഒരു പുതിയ ജനനം തന്നെ ഈശോ നിക്കോദെമോസിനോട് പറഞ്ഞതല്ലേ, നീ ഇങ്ങനെ പോയാൽ പോരാ, നീ ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കണം എന്നാണ് പറഞ്ഞത്. ജലത്താലുള്ള വിശദീകരണം ശരീരത്തിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ജലം കൊണ്ട് കഴുകിയാൽ ശരീരം വിശദീകരിക്കപ്പെടും. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഹൃദയം വിശദീകരിക്കപ്പെടുക. ഇപ്പോൾ ഹൃദയം വിശദീകരിക്കപ്പെടണോ? പരിശുദ്ധാത്മാവ് വേണം. തഴക്കദോഷങ്ങളിൽ വിടുതൽ വേണോ? പരിശുദ്ധാത്മാവ് വേണം. ശക്തി പ്രാപിക്കണോ? പരിശുദ്ധാത്മാവ് വേണം. എന്തെങ്കിലും ആന്തരികമായ രീതിയിൽ വ്യത്യാസം വരണോ? ഇതിനൊക്കെ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് കൂടിയേ തീരൂ. ഇത് യേശുവിനറിയാം. അതുകൊണ്ടാണ് യേശു മരിക്കുന്നതിന് മുമ്പ്, അതല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, യോഹന്നാൻ 14 യേശു മരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈശോ പറഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ മുഴുവനും പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. നോക്കിയേ, യേശു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വിശേഷങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ഇനി മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്തിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് മുഴുവൻ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിനെ പറ്റി സ്വീകരിക്കേണ്ട ആവശ്യകത, പരിശുദ്ധാത്മാവ് സഹായകൻ. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. വീണ്ടും പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു ഹെൽപ്പറെ, സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യും. കണ്ടോ, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും. വീണ്ടും 14:26 എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കണ്ടോ, സഹായകനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. 121 സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ സങ്കീർത്തകൻ, എനിക്ക് എവിടെ നിന്ന് സഹായം വരും? എനിക്ക് സഹായം വരുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്നു, ആകാശത്തു നിന്ന് വരുന്നു. ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത്. കണ്ടോ, നമുക്ക് സഹായം ആരാ തരിക? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് സഹായകൻ. നിനക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവർത്തനത്തിൽ ആദിമസഭ മുഴുവനും പരിശുദ്ധാത്മാവിനെന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അവർക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്താ? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ഇപ്പോൾ ദാവീദിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്തായിരുന്നു? ദാവീദ് രാജാവിൻ്റെ കാര്യം നോക്കാവുന്നൂടെ? ദാവീദ് രാജാവ് നല്ല അഭിഷേകമുള്ള രാജാവായിരുന്നു. പക്ഷെ ഒരു ദിവസം എല്ലാവരും യുദ്ധത്തിന് പോയപ്പോൾ കൊട്ടാരത്തിൽ അവൻ ഒറ്റയ്ക്കാണ്. വീട്ടിൽ ആരുമില്ല വീട്ടിൽ, ഡാഡി മമ്മിയൊന്നും വീട്ടിലില്ല. അപ്പോഴാണ് പ്രലോഭനം വരിക. അപ്പോഴാണ് അവനൊരു പെണ്ണിനെ കൊണ്ടുവന്ന് പാപം ചെയ്യുക. ബേത്ശബ എന്ന പെണ്ണായി പാപം ചെയ്ത് പിന്നെ ഒരു കൊലപാതകം ചെയ്ത് അങ്ങനെ ആകെ അവൻ ഇത്രയും വിശുദ്ധി ജീവിച്ച മകൻ ദൈവസന്നിധിയിൽ വീണു പോവുകയാണ്. കണ്ടോ, പാപത്തിൽ വീണു പോവുകയാണ്, ബലഹീനത വിട്ടുപോവുകയാണ്. അതിൻ്റെ കാരണം എന്താ പറയുന്നത്? അതിൻ്റെ കാരണം 51-ാം സങ്കീർത്തനം 11-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ദാവീദ് രാജാവ് പറയുകയാണ്, ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഇതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ഈ ദാവീദ് രാജാവ് മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദ് രാജാവ് തനിക്ക് ഈ വീഴ്ച പറ്റിയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ആത്മശോധന ചെയ്തു. എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു അഭിഷേകം കിട്ടി എനിക്ക്? ഞാൻ എങ്ങനെ വീണുപോയി? ഞാൻ എങ്ങനെ ഒരു ബലഹീനനായി പോയി? എന്താ എൻ്റെ ബലഹീനതയ്ക്ക് കാരണം? ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്താ പറ്റിയേ? എവിടെ കൊണ്ടാണ് എനിക്ക് വീഴ്ച പറ്റിയേ? അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ്? നീ എന്നോട് പ്രാർത്ഥിക്കാത്തതാണ് അതിൻ്റെ കാരണം. എൻ്റെ ശക്തി നിന്നിൽ കുറഞ്ഞു പോയതാണ് അതിൻ്റെ കാരണം. അത് ആത്മാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് തന്നെ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഈ ശിഷ്യന്മാരങ്ങനെയല്ല ചെയ്തത്. ശിഷ്യന്മാരും വീണുപോയി. പത്രോസ് വീണുപോയി, ബാക്കി 11 പേരും വീണുപോയി. അങ്ങനെ വീണുപോയപ്പോൾ അവരെന്താ ചെയ്തതെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം, അപ്പോസ്തല പ്രവർത്തനം 1:14 നമുക്ക് കാണാൻ സാധിക്കും. ഇവർ വീണു പോയപ്പോൾ എന്ത് ചെയ്തു? അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിച്ചത്? പരിശുദ്ധാത്മാവിന് വേണ്ടി. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ്? ഉത്ഥാനം ചെയ്തപ്പോൾ, സ്വർഗാരോഹണം ചെയ്തപ്പോൾ യേശു അവരോട് പറഞ്ഞത് പരിശുദ്ധാത്മാവിന് വേണ്ടി. എന്തെങ്കിലും ബിൽഡിംഗ് പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല. വേറെ എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല.
ഉദ്ധാനം ചെയ്ത കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയ സഹോദരി സഹോദരനെ മനസ്സിലാക്കുക, പ്രാർത്ഥനയുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ മേഖലകളിലും നമ്മൾ ശക്തി പ്രാപിക്കും. നല്ലൊരു ഫലപ്രദമായ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കണോ, വിശുദ്ധി ജീവിക്കണോ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. പരിശുദ്ധാത്മാവില്ലാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? ഈശോ പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ത്രിവിധ പ്രലോഭനങ്ങളാണുള്ളത്. 3 പ്രലോഭനങ്ങളുണ്ട്. ഒന്ന് ലോകം പ്രലോഭനം കൊണ്ടുവരും, ഒന്ന് നിൻ്റെ ശരീരം പ്രലോഭനം കൊണ്ടുവരും, ഒന്ന് പിശാച് പ്രലോഭനം കൊണ്ടുവരും. ലോകം കൊണ്ടുവരുന്ന പ്രലോഭനത്തെ ഒരു പക്ഷേ നീ നിൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ കൊണ്ട് കണ്ണടക്കോ അല്ലെങ്കിൽ കുറേ നിയന്ത്രണങ്ങളൊക്കെ വരുത്തി ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ ഒക്കെ നിനക്ക് നിൻ്റെ ലോകം കൊണ്ടുവരുന്ന പ്രലോഭനത്തെയും നിൻ്റെ ശരീരം കൊണ്ടുവരുന്ന പ്രലോഭനത്തെയൊക്കെ ഒരുപക്ഷെ നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാനും ക്രമീകരിക്കാനും പറ്റും. പക്ഷേ പിശാച് ഒരു പ്രലോഭനം കൊണ്ടുവന്നാൽ ഒരിക്കലും നമ്മുടെ ശക്തി കൊണ്ട് അതിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പിശാച് നമുക്കൊരു പ്രലോഭനം കൊണ്ടുവന്നാൽ നമ്മുടെ ശക്തി കൊണ്ട് നമുക്കതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ജഡത്തിൻ്റെ പ്രലോഭനത്തെ ഒരുപക്ഷെ നീ തോൽപ്പിക്കും. ലോകം കൊണ്ടുവരുന്ന ഈ ലോകമോഹങ്ങളുടെ പ്രലോഭനത്തെ ഒരുപക്ഷെ നീ തോൽപ്പിക്കും. പക്ഷെ പിശാച് ഒരു പ്രലോഭനം കൊണ്ടുവന്നാലോ അത് തോൽപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം, ദൈവത്തിൻ്റെ ശക്തി വേണം. അതുകൊണ്ട് തന്നെ എന്നും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം നടത്തി, അല്ലെങ്കിൽ ഒരു വർഷം 2 വർഷം 1 മാസം 2 മാസം നടത്തി അവസാനിപ്പിക്കില്ല. എന്നും വിശുദ്ധ കുർബാനയിലും ജപമാലയിലും വചനവായനയിലും പേഴ്സണൽ പ്രയറിലും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്നറിയോ? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവോട് എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവോട് എന്നെ നിറയ്ക്കണേ, പരിശുദ്ധാത്മാവോട് എന്നെ നിറയ്ക്കണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. മനസ്സിലോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതം മാറിപ്പോകുന്ന അനുഭവം ഉണ്ടാവും. ഈ അച്ഛൻ്റെ കാര്യം എന്തായിരുന്നു? സെമിനാരിൽ ചേർന്നപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്നെ സെമിനാരിൽ നിന്ന് വിടാൻ നോക്കിയതാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ. ഞാൻ എൻ്റെ ഗുരുവച്ചെന്ന് പറയും, സ്പിരിച്വൽ മാസ്റ്റർ. എന്തുകൊണ്ടാണ്? അച്ഛൻ്റെ കുറ്റം കൊണ്ടല്ല. അച്ഛൻ ചിന്തിച്ചത്, എൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഇങ്ങനെ മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തല കറങ്ങണ പോലെ തോന്നും. ഇതായിരുന്നു എൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പേ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? 1000 10,000 ഒന്നും വേണ്ട, 4 പേരെ പോലും ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്കുള്ള പ്രധാനപ്പെട്ട ഒരു രോഗമായിരുന്നു തലകറക്കം. ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എനിക്കിങ്ങനെ മൊത്തം അങ്ങനെ ഇരുട്ടാവും, അങ്ങനെ ആകെ തലകറങ്ങും, അങ്ങനെ ഒരു സപ്പോർട്ടില്ലാതെ നിൽക്കാൻ പറ്റില്ല, അത് നോക്കാൻ പറ്റില്ല, ആകെ വേർത്ത് കുളിക്കും. ഇതായിരുന്നു എൻ്റെ ഒരു പ്രത്യേക അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ സെമിനാരി കാലത്ത് ഒരു ആദ്യത്തെ കുറേ വർഷങ്ങളിൽ ഞാൻ ഒരിക്കലും കുർബാനയ്ക്ക് കൂടാറില്ലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മുടെ കൂടെ എന്ന് പോലും പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള അച്ഛൻ, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയിരുന്ന ആ ഗുരുച്ചൻ എന്നോട് പറഞ്ഞു, മോന് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മുടെ കൂടെ എന്ന് പറയാൻ പോലും പറ്റാത്ത നിനക്ക് എങ്ങനെ ഒരു വിശുദ്ധ കുർബാന ചെല്ലാൻ പറ്റും? ഒരു കുർബാന എങ്ങനെ ചെല്ലാൻ പറ്റും? നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മുടെ കൂടെ എന്ന് കുർബാനയ്ക്ക് കൂടെ പോലും പറ്റുന്നില്ല, പിന്നെ ഒരു കുർബാന ചെല്ലാൻ പറ്റുമോ? പിന്നെയുണ്ടോ ടോക്ക്? ആ വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ സംസാരിക്കാൻ പറ്റി? എവിടുന്ന് കിട്ടി ഈ ശക്തി? എവിടുന്ന് ഈ ശക്തി കിട്ടുന്നു? ഇതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഞാൻ സെമിനാരി ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ ബലഹീനത പറഞ്ഞ് എപ്പോഴും ഈശോയോട് ഇങ്ങനെ വാദിക്കുന്നതാണ്. ദയവ് ചെയ്ത് തന്നെ സെമിനാരിയിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് അതിനുള്ള കഴിവില്ല, പഠിപ്പില്ല, അറിവില്ല. ഇങ്ങനെ എൻ്റെ എല്ലാ ആന്തരികമുറിവ് അത്രമാത്രം ആന്തരികമുറിവുകളുണ്ട്. ഇതെല്ലാം ഈശോയോട് ഇങ്ങനെ എണ്ണി പറയും. അങ്ങനെ എണ്ണി പറഞ്ഞ് പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുകയും വചനം എടുക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടും. അപ്പോൾ സുലഭത്തിന് 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനും സമരിയാലും ഭൂമിയിൽ അതിർത്തി നിങ്ങൾ സാക്ഷികളായിരിക്കും ചെയ്യും. കണ്ടോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തിൻ്റെ മേൽ ആവശ്യിക്കും. ലൂക്ക് 1:35 പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ഈ ശുശ്രൂഷയിൽ പഠിക്കുന്ന മക്കളുണ്ടാവും, പേടിയുള്ള മക്കളുണ്ടാവും, പലതരത്തിലുള്ള ദുശീലമുള്ള മക്കളുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബലഹീനതയുള്ള മക്കളുണ്ടാവും. ആ ബലഹീനതയിൽ ആരാ നമ്മെ സഹായിക്കുക? റോമ 8:26 ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്ന വ്യക്തി അത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ സഹനശീലം നമുക്ക് തരുന്ന വ്യക്തി ആരാണ്? പരിശുദ്ധാത്മാവാണ്. സ്തേഫാനോസിന് ശക്തി കൊടുത്തത് ആരാണ്? അപ്പോസ്തലപ്രവർത്തനം 7-ാം അധ്യായത്തിൽ പറയുകയാണ്, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഈ കല്ലെറിഞ്ഞ് ഇങ്ങനെ നരകിച്ചാണ് ഈ മനുഷ്യൻ മരിക്കുക കേട്ടോ. പെട്ടെന്ന് അങ്ങനെ മരിക്കുകയല്ല ചെയ്യുന്നത്. കല്ലെറിഞ്ഞാണ് ആ മനുഷ്യനെ കൊല്ലുന്നത്.
ഒരു പാമ്പിനെ കൊല്ലുന്ന പോലെയോ ഒരു എലിയെ കൊല്ലുന്ന പോലെയോ അങ്ങനെ ഒരു പട്ടിയെ കൊല്ലുന്ന പോലെയോ കല്ലെറിഞ്ഞ് ദേഹത്തെ കൊല്ലുക. അങ്ങനെ ഇഞ്ചിഞ്ചായി ദേഹം മരിക്കുമ്പോൾ ഇവന് ഇതൊക്കെ ശാന്തമായി സഹിക്കാൻ എങ്ങനെയാണ് പറ്റിയത്? വചനം പറയുകയാണ്, അപ്പോസ്തലപ്രവർത്തനം 7:55, എന്നാൽ സ്തെഫാനോസ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ഹല്ലേലൂയ. ആരാണ് സ്തെഫാനോസിന് ഈ ശാന്തമായി സഹിക്കാനുള്ള ശക്തി കൊടുത്തത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് ഈ സഹനശക്തി തരുക. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശു ഈ ഭൂമിയിലേക്ക് വന്നതും യേശു പാടുപീഡകൾ, ഇങ്ങനെ പീഡാനുഭവസഹനം, മരണം, ഉത്ഥാനം ഇതൊക്കെ ചെയ്തതും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈശോയുടെ അതിദാരുണമായ സഹനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ. വിശുദ്ധരെല്ലാവരും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അതിൽ ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഞാൻ പോയാൽ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും പിതാവ് നിങ്ങൾക്ക് സഹായകനെ അയച്ചു തരികയും ചെയ്യും. നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കില്ല എത്രയധികം പിതാവ് നന്മ ചെയ്യുകയില്ല. അതല്ലേ ലൂക്കായുടെ സുവിശേഷം 11:9 ലൂക്ക 11:9 പറയുകയാണ്, ചോദിക്കുകയും നിങ്ങൾ ലഭിക്കും, അന്വേഷിക്കുന്ന നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാ? ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വയ്ക്കുക, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മ നൽകുകയില്ല. പരിശുദ്ധ അമ്മ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നന്മ നമുക്ക് ലഭിക്കാൻ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൻ വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. ഒരിക്കൽ വാഴ്ത്തപ്പെട്ട ജൂലിയാന എന്നു പേരുള്ള മകള്, വാഴ്ത്തപ്പെട്ടവളാണ്, ഇപ്പോൾ വിശദമായി പ്രഖ്യാപിച്ചെന്ന് തോന്നുന്നു. ആ മകള് ഒരു ദിവസം, ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം ഈശോയുടെ പീഡാനുഭവത്തെ ഓർത്ത് ധ്യാനിച്ച് ക്രൂശിത രൂപത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കുരിശിൽ കിടന്ന കർത്താവ് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ജൂലിയാന ചോദിച്ചു, കർത്താവ് ഇതെന്താ നീ ചിരിക്കുന്നത്? ഇതുപോലെ എല്ലാവരും ഇതുപോലെ സഹനത്തിൽ നിനക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? ഇതുപോലെ ഇങ്ങനെ കുരിശിൽ കിടക്കുമ്പോൾ നിനക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാനിങ്ങനെ കുരിശിൽ കിടന്ന വേദന അനുഭവിച്ച് മരിക്കുമ്പോൾ എന്നിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാഭിഷേകം അത് സ്വീകരിച്ച് സന്തോഷം കൊണ്ട് നിറയുന്ന കോടിക്കണക്കിന് മക്കളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിൽ നിന്ന്, ഈ കുരിശിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി സന്തോഷിക്കുന്നവരെ കണ്ടിട്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് സന്തോഷിക്കുന്നത്. യേശുവിൻ്റെ ഈ സഹനമാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നേടിത്തന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാവ് വരിക. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി തന്നറിയോ? പരിശുദ്ധാത്മാവിന് വേണ്ടി. മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എന്നിട്ടോ ഈ രാജ്യം എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെയാണ് ദൈവരാജ്യം എന്ന് പറയുക. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കാൻ ഈശോ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റെല്ലാ ഭൗതിക നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷെ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിനെ തരണമേ. കർത്താവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും എനിക്ക് തരണമേ. ഇങ്ങനെ മുട്ടുകുത്തി കൈ ഉയർത്തി ത്യാഗെടുത്ത് ഉപവസിച്ച് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. എലീശ പ്രവാചകനോട് ചോദിച്ചു, എലീശയോട് ചോദിക്കുകയാണ് മരിക്കണമെന്ന് തൊട്ട് മുമ്പ്, നിനക്ക് എന്താ വേണ്ടത്? ആ ഏലിയ പ്രവാചകനോട് പറഞ്ഞു, എനിക്ക് അങ്ങിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം. കണ്ടോ, നിൻ്റെ ഇരട്ടി ശക്തി, നിന്നിലുള്ള പരിശുദ്ധാത്മാവില്ല, അതിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടണം. അതുപോലെ ഏലീശ പ്രവാചകന് ഈ ഇരട്ടി ശക്തി ലഭിക്കുക. നമ്മൾ ചോദിച്ചാൽ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചോദിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രിയ മക്കളെ, മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് ഒരു ജെന്റിൽമാനാണ്. നമ്മൾ ചോദിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മ നമ്മിലേക്ക് വരില്ല. ഇന്നാള് ഒരു മകൾ വരികയാണ്, ഒരു സിസ്റ്റർ. ആ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൽ ആ മകൾ വന്ന് കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വെളിപ്പെടുത്തി തന്നതനുസരിച്ച് ഞാൻ ചോദിച്ചു, സിസ്റ്റർ എല്ലാം നന്നായി പ്രാർത്ഥിക്കാറുണ്ടല്ലോ? പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ വലിയ കാര്യം നടക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ കർത്താവ് തന്ന സന്ദേശം ഇതായിരുന്നു, ഈ സിസ്റ്റർ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും
പരിശുദ്ധാത്മാവിനെ തരണേ എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനാ സിസ്റ്ററുടെ ഒരു സ്ഥലത്തും ഇല്ല. ഒരു പ്രാർത്ഥനാ പുസ്തകത്തിലും സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ തരണേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും തരണമേ. 2 തിമോത്തി 1:6 എൻ്റെ കയ്യൊപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരത്തെ നീ ഉജ്ജ്വലിപ്പിക്കണം. ഈ വചനത്തിൻ്റെ അഭിഷേകം കിട്ടാൻ ഒരിക്കലും ആ സിസ്റ്റർ പ്രാർത്ഥിക്കാറില്ല. കണ്ടോ? അപ്പോൾ ആ സിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ തരണേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് തരണേ, വരദാനങ്ങൾ തരണേ എന്ന് പറഞ്ഞു ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാറില്ല. കണ്ടോ? പലതും പ്രാർത്ഥിക്കും, ഒരിക്കലും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിനുവേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് 1 കൊരിന്തോസ് 12:31 ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് അഭിലഷിക്കണം. കേട്ടോ? ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി, വരദാനങ്ങൾ കിട്ടാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ വേണ്ടി, മാമോദിസ കിട്ടിയ പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. 1 കൊരിന്തോസ് 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രവചനത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് വിളിക്കാത്ത സദ്യക്ക് പരിശുദ്ധാത്മാവ് ഉണ്ണാൻ വരില്ല. നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരില്ല. നീ വിളിച്ചാലേ പരിശുദ്ധാത്മാവ് വരുള്ളൂ. അതുകൊണ്ട് സ്നേഹപൂർവ്വം വിളിക്കണം, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണേ, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ. അതുകൊണ്ടല്ലേ യോഹന്നാൻ 4:10 പറയുകയാണ്, യേശു സമരിയക്കാരി സ്ത്രീയോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. നീ അവനോട് ചോദിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടുള്ളൂ. ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. യോഹന്നാൻ 7:37 ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അറിവ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ വരട്ടെ, ചോദിക്കുന്നെങ്കിൽ ലഭിക്കും. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ അകത്ത് പ്രവേശിക്കും, തുറന്നു തന്നില്ലെങ്കിലോ പുറത്ത് നിൽക്കും. കണ്ടോ? പരിശുദ്ധാത്മാവ് ഒരു ജെന്റിൽമാനാണ്. പിശാച് അങ്ങനെയല്ല. പിശാച് ജെന്റിൽമാൻ ഒന്നല്ല. പിശാച് നീ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ നിൻ്റെ സമീപത്ത്, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ അയൽപ്പക്കത്തൊക്കെ പിശാചുകളുണ്ട്, നിൻ്റെ കൂടെയുണ്ട് പിശാച്. നീ വിളിച്ചിട്ട് വന്നതാണോ? അല്ല, അത് എപ്പോഴും കൂടിയില്ല. അതൊരു നാണില്ലാത്ത വ്യക്തിയാണ് പിശാച്. എന്നാൽ പരിശുദ്ധാത്മാവോ ജെന്റിൽമാനാണ്, കുലീനനായ മനുഷ്യനാണ്. നീ വിളിച്ചാലേ, നമ്മൾ പ്രാർത്ഥിച്ചാലേ ഈ ആത്മാവ് വരുള്ളൂ. അതുകൊണ്ട് എന്നും നമ്മൾ ദാഹത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുകയാണ്, ഈ പത്രോസൊക്കെ വചനം പ്രസംഗിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ടാണ് പത്രോസ് വചനം പ്രസംഗിക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം വചനം പ്രസംഗിക്കുമ്പോൾ ഒരു വചനം അപ്പോസ്തല പ്രവർത്തനത്തിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 4:8 അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ പത്രോസ് അവരോട് സംസാരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. കണ്ടോ? പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള പത്രോസ് ആ സമയത്ത് പറഞ്ഞു. അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പത്രോസ് പറഞ്ഞു എന്ന് വെച്ചാൽ ഓരോ ദിവസവും പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ സ്വീകരിക്കണം. ഓരോ ദിവസവും ഏതെങ്കിലും ധ്യാനത്തിന് പോയി ഏതെങ്കിലും ജപമാലയിൽ പങ്കെടുത്ത് അത് ആ ദിവസം മാത്രം അല്ല, എല്ലാ ദിവസവും പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരം കൂടി ഉയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം കൂടി ഉയർത്തി ഒന്ന് സ്തുതിച്ചേൻ. പോര ശക്തിയായി സ്തുതിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം. നമ്മുടെ ആന്തരിക മുറിവുകളെല്ലാം സമർപ്പിക്കുക. നമുക്ക് ആന്തരിക സൗഖ്യം തരാൻ ആർക്കാ സാധിക്കുക? പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ തരാൻ ആർക്കാ സാധിക്കുക? പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെയും നിങ്ങളുടെയും നമ്മളെല്ലാവരുടെയും ദുഃഖത്തിന്റെ കാരണം. നമ്മുടെ ബലഹീനതയിൽ ആരാണ് നമ്മെ സഹായിക്കുക? പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ദാവീദ് രാജാവിനെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ദൈവമേ, അവിടുത്തെ പരിശുദ്ധ
പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പത്രോസും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചില്ലേ? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ദാവീദ് രാജാവ് വ്യഭിചാരം ചെയ്തിട്ടില്ല, ദാവീദ് രാജാവ് കൊലപാതകം ചെയ്തിട്ടില്ല, ദാവീദ് രാജാവ് ഒരു പാപവും ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടിയതിന് ശേഷം പത്രോസും കൂട്ടരും തള്ളി പറഞ്ഞിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല, കലഹിച്ചിട്ടില്ല, വിഭാഗീയത ഉണ്ടായിട്ടില്ല, അഹങ്കരിച്ചിട്ടില്ല. അവരെല്ലാം വിശുദ്ധരായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ തരണം. പരിശുദ്ധാത്മാവെ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. ആത്മാവിന് വേണ്ടി ദാഹിക്കുക. ചോദിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ലഭിക്കാൻ വേണ്ടി ഒന്ന് ചോദിച്ചുകൊണ്ടെന്ന് വിളിച്ച്, ആത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ആത്മാവേ